ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്ത് ഒരു അടിപൊളി 4 മണി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പിൽ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം ഉള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഈ ശർക്കര നല്ല രീതിയിലൊന്ന് ഉരുക്കിയെടുക്കണേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ശർക്കര നല്ല രീതിയിലൊന്ന് ഉരുക്കി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറാണ് വെച്ചിരിക്കുന്നത്. ജാറിലേക്ക് ഞാൻ 1 കപ്പോളം ഉള്ള റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ശർക്കരപ്പാനിയില്ലേ, അത് മൊത്തത്തിൽ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാലും കൂടെയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ഒരു ബൗൾ വെച്ച് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ബാറ്ററിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊരു തവിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. കണ്ടോ, മിക്സ് ചെയ്ത് ഇതേപോലെ നല്ലൊരു ലൂസായിട്ട്, ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ല, ഈ ഒരു പരുവായിട്ട് നമുക്ക് വേണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ആഡ് ചെയ്യണം. ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണോളം ഉള്ള നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാമേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പം ഒരുപാട് ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഈ ഒരു പരുവാക്കിയെടുക്കുക. ഇപ്പം ഞാനിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എൻ്റെ പരുവം കറക്റ്റ് പരുവാണ്. അപ്പോൾ ഇത് മതി. ഇപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് 1 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു ചെറിയ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഷേപ്പിലും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയുള്ളൊരു സ്റ്റീൽ ബൗൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ല രീതിയിൽ ആ നെയ്യ് എല്ലായിടത്തേക്കും ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ബാറ്റർ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ പകുതി മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ പകുതിയിലൊന്ന് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 2-3 കാഷ്യൂനട്ട് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒരു പഴയ റിങ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബൗളിൽ തയ്യാറാക്കി വെച്ചിരുന്ന ആ ബാറ്ററില്ലേ, അത് ഞാനൊരു 3 എണ്ണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം കണ്ടോ, എല്ലാം ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതേപോലെ ഒന്ന് റെഡി ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ടൂത്ത് പിക്കോ ഒരു ഫോർക്കോ വല്ലതും വെച്ച് എല്ലാം ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റി വെക്കാം. നല്ല രീതിയിലൊന്ന് തണുക്കണം, അതിനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അപ്പം കണ്ടോ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ബാക്ക് സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിയാണ് ചായയുടെ കൂടെ കഴിക്കാൻ 4 മണിക്ക്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം നമ്മളിതിലേക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതുമാണ്. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.